യഥാർത്ഥത്തിൽ പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതോട്ട് പറയേയില്ല. ഇടയ്ക്ക് ബോധോദയുണ്ടായി. നാളെ പറയാം, ഇന്നലെ പറയാന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കലും. മതി തന്റെ കത്തിക്കേറല്. നോക്ക്, ഞാൻ തന്നോടെല്ലാം പറയാൻ തന്നെ ഉദ്ദേശിച്ചത്, വിശദമായി തന്നെ. മുമ്പ് ചില സന്ദർഭങ്ങളിൽ അതെന്താണെന്ന് താൻ വന്ന് ചോദിച്ച സമയം ശരിയല്ലായിരുന്നു. അതാ ഞാൻ പറയായിരുന്നത്. ഞാൻ വേറെ ചില ടെൻഷനിലായിരിക്കുമ്പോ ഇതൊക്കെ മനസ്സമ്മാനത്തോടെ പറയാൻ എനിക്ക്... ശരി, ഞാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം സാർ വിശദമായി പറയുന്ന കേൾക്കാൻ? ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് കാത്തിരുന്നതാ. ഒരു സാധാരണ പെൺകുട്ടിക്ക് എത്ര നാള് കാത്തിരിക്കാൻ പറ്റുമോ അതിനേക്കാൾ കൂടുതൽ ഞാൻ കാത്തിരുന്നു. പക്ഷെ എന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയില്ലെന്താ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത്. സാറിനെ പറ്റിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാറ് പറ്റിച്ചോളൂ, തൃപ്തിയാവുന്നവരെ പറ്റിച്ചോളൂ. എനിക്കെല്ലാം ശീലമായി കഴിഞ്ഞു. ഇപ്പോ ഒരു പരാതി പറയാനും ഞാൻ വരില്ല. താങ്ക്സ്. എന്നെ പോവാൻ സമ്മതിച്ചാൽ മാത്രം മതി. ശ്രീലക്ഷ്മി, ഐ സോറി. താനിത്ര ഇമോഷണൽ ആവുമെന്ന് ഞാൻ ഓർത്തില്ല. മാത്രമല്ല, ഈ നടയിൽ വെച്ച് നമുക്കിത് ഡിസ്കസ് ചെയ്യണ്ട. നോക്ക് ശ്രീലക്ഷ്മി, ഇന്നലെ എന്ത് നടന്നില്ല എന്നുള്ളത് നമുക്ക് മറക്കാം. നാളെ എന്ത് നടക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. ഇതിന്റെ ഉത്തരം ദാ ഇവിടെ വെച്ച് ഉറപ്പോടെ ഞാൻ പറയും. ഞാൻ തന്നോട് സംസാരിക്കും ഉടൻ തന്നെ. ലോകം ഇടിഞ്ഞു വീണാലും ഇതിനൊരു മാറ്റം ഉണ്ടാകില്ല. തൽക്കാലം കരഞ്ഞ മുഖമായിട്ട് ഓരോന്നാലോചിച്ച് പോകണ്ട. ഞാൻ കൊണ്ടാക്കാൻ തന്നെ. Come on, get into the car, please. JD ഗൗരിദാസ്, തന്റെ പ്രിയപ്പെട്ട ലെഫ്റ്റനന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. എന്നാലും ഞാൻ തന്നെ വിളിച്ചത് നമ്മൾ തമ്മിൽ നേരിട്ടൊന്ന് കാണണമെന്ന് പറയാൻ. എപ്പോ, എവിടെ വെച്ച്? അത്രയും ബലം പിടിക്കല്ലേ മുതലാളി. ഒരുപാടൊന്നും ഞാൻ രവിവർമ്മ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തന്റെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ടിപ്പോ. എന്ന് പറഞ്ഞ അത്ര അടുത്തൊന്നും അല്ല കേട്ടോ. പക്ഷെ തനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. എന്നും ഉണ്ടും ഉറങ്ങിയും കിടക്കുന്ന സ്ഥലം. താൻ എത്രയും പെട്ടെന്നെങ്കിൽ പോര്. അല്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തന്റെ പ്രിയപ്പെട്ട ഒരു ജീവനായിരിക്കും. എന്തോ അപ്പൊ എപ്പോ കാണാം നമുക്ക്? ഉടൻ ഇങ്ങോട്ട് വരികയല്ലേ? രവി, 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 നിക്ക്. നീ എന്തായി ചെയ്യുന്നേ? സോറി ബ്രദർ, മനഃപൂർവ്വം ചെയ്തതല്ല, ഇഷ്ടമില്ലാതെ ചെയ്യേണ്ടി വന്നതാണ്. നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ മത്സ്യത്തിന്റെ ജീവൻ തനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ
ഞാൻ അതിനെ അങ്ങ് കൊന്നു. കാരണം കൊല്ലാൻ നിന്റെ ബന്ധുക്കളെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ്. അല്ല, ഒരു പാവം സെക്യൂരിറ്റിക്കാരനെ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്നെ പേടിച്ച് എല്ലാവരെയും സ്ഥലം മാറ്റിയതാണോ? ഹോ, അത് വലിയ ചതിയായി പോയല്ലോ ആശാനെ. ഭയങ്കര ബോറേർപ്പാട്. നിനക്ക് വേണ്ടത് എന്നെയല്ലേ? നീ നേരെ എന്റെ മുന്നിലേക്ക് വാ. വീട്ടിൽ വളർത്തുന്ന പട്ടിയെയും പൂച്ചയെയും മീനിനെയൊക്കെ കൊല്ലുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. അറിയാം, ഞാൻ പറഞ്ഞില്ലേ, കയ്യിലൊരു മനുഷ്യജന്മത്തിന് കിട്ടാത്തത് കൊണ്ടാണ്. കുറഞ്ഞ പക്ഷം നിന്റെ അനുജനെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ പാവം മീനിന് പകരം അവന്റെ ശവമായിരുന്നേനെ ഇപ്പോ നിന്റെ കയ്യിൽ. പതുക്കെ കിടന്നലറണ്ട. ഓക്കെ, നിന്നെ തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം മരണം സുഖമുള്ളൊരേർപ്പാടാണ്. നിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് സൂഹിക്കാൻ വിട്ടുകൊടുക്കില്ല. മറിച്ച് നിന്നെ എനിക്ക് ജീവനോടെ കുറച്ചുനാൾ വേണം. എന്റെ ജീവിതം തകർത്തപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, 1 2 20 വർഷം. അത് കുറച്ചെങ്കിലും നിന്നെ പഠിപ്പിക്കാതെ എങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടാനാണ്? 20 വർഷം മുമ്പുള്ള ഈ രവിയെ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇനിയും അതാകാൻ എനിക്ക് മിനിറ്റുകൾ മതി. സന്തോഷം. അപ്പോ നമുക്ക് അങ്ങനെ തന്നെ കണ്ടുകളയാം. അതിനു മുൻപ് നിന്റെ വീട്ടിൽ നിന്നൊരാളെ ഞാൻ മുകളിലേക്ക് അയക്കുമെന്ന് ഉറപ്പാ. മീനിനെയല്ല, മനുഷ്യനെ. വരാം സർ. വരാം സർ, വരാം. നാളെ തന്നെ വരാം സർ. ശ്രീടച്ച, അവള് ഉറപ്പായും വന്നിരിക്കും സർ, ഉറപ്പായിട്ടും വന്നിരിക്കും. എന്താ മോളെ, എന്തു പറ്റി? വരാം സർ, വരാം. എന്തോന്നാടി വരാൻ വരാന്നൊക്കെ പറയുന്നത്? ഓഫീസ് ജോലി ആലോചിച്ചുകൊണ്ട് കിടന്ന ഇതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ കാണും. മിണ്ടാതെ കിടന്ന് ഉറങ്ങ്. നാളെ തന്നെ വരാം സർ. മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. കിടന്ന് ഉറങ്ങിക്കൂടെ നിനക്ക്? മനുഷ്യന്റെ ഉറക്കം കളയാൻ കിട്ടും. ഓ, അത് രാത്രി. ബോംബെ മുംബൈ ആയി, മദ്രാസ് ചെന്നൈ ആയി. അതുപോലെ ചെമ്പകപുരത്തിന്റെയും പേര് മാറ്റാൻ ചില ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ചെമ്പൻ നഗർന്ന് അടിച്ചു നോക്കിയാലോ? ശ്രീ, നീ ഇവൻ പറയുന്ന ഓരോ മണ്ടത്തരൊന്നും കേൾക്കാൻ നിക്കണ്ട. ചെമ്പൻ നഗർ പോലും. എന്നാ പിന്നെ വല്ല കുറുക്കൻ നഗർന്ന് അടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യൂടി? എന്തായാലും ചെമ്പകപുരം എന്ന സ്ഥലം സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. ദേ, നോ റിസൾട്ട് എന്നാ കാണിക്കുന്നത്. നീ വെറുതെ വട്ടാവണ്ട. നേരെ പോയി രവിവർമ്മൻ സാറിനോട് തന്നെ ചോദിക്ക്. അല്ലെങ്കിൽ സാറിനെ മറച്ചു വെച്ചോണ്ട് നമ്മൾ ഇത് ട്രൈ ചെയ്യുന്നത് വെറുതെയാ. ഇല്ല കൃഷ്ണ, മറച്ചു വെക്കുന്നതല്ല. രവി സാർ എന്നെ കൂട്ടിക്കൊണ്ടുപോവാന്ന് പറയുന്നതല്ലാതെ അത് ഉടനെ ഒന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത്ര പഴക്കമുള്ള വെയർഹൌസ് എവിടെയാണെന്നും അവിടെ എന്ത് നടക്കുന്നുവെന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ പോവാനാ ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്താ രാവിലെ തന്നെ ഇവിടെ? ആ ജിഡിയുടെ ചേട്ടൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ജിഡിയുടെ ചേട്ടനോ? അതെ, നമ്മൾ ആ വെയർ ഹൗസിന് 20 ലക്ഷം കൊടുത്ത് ബാധ്യത ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? ഇനി അത് നടക്കില്ലെന്ന്. അത് നടക്കാത്തത് അതിനുള്ള കാരണം? അത് വിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും നിലവിൽ നമ്മളൊരു കരാറുണ്ടാക്കിയെങ്കിലും ആ വസ്തു അയാൾ മറ്റെന്തെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്ത് കളയുമെന്ന് എന്റെ ഒരു പേടി. നോ രാജാറാം,
നമ്മളുടെയും അയാളുടെയും പാർട്ണർഷിപ്പ് ഡീൽ റെക്കോർഡിക്കലായിട്ട് എത്ര നാളുണ്ടോ അതുവരേക്കും അയാൾക്ക് ആ വസ്തുവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വേണമെങ്കിൽ ആ ജിഡിയുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് കാശെടുക്കാൻ മാത്രം അയാൾ ശ്രമിക്കും. അറിയാം, അതിനൊരു പരിഹാരത്തിനാ ഞാൻ ശ്രമിക്കുന്നത്. ഏതായാലും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളല്ല. കാര്യങ്ങൾ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. നന്നായി. മറ്റൊരു കാര്യം, ഇതൊന്നും ശ്രീലക്ഷ്മിയോട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പറഞ്ഞ അവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഈ വിഷയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തേ പറ്റൂ. അവൾ ആ വെയർഹൗസിനെ പറ്റി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അവൾക്കെന്തോ ഇക്കാര്യത്തിലൊരു സ്ട്രേഞ്ച് ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ. പിന്നെന്താന്ന് വെച്ചാ അവള് ചോദിച്ചില്ലെങ്കിലും ഒരു ദിവസം അവളോട് എനിക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടി വരും. ആ ഒരു ദിവസം എന്തുകൊണ്ട് ഇന്ന് തന്നെ ആയിക്കൂടെ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, പറയണം പറയണം, ഇന്ന് തന്നെ പറയണം. പറഞ്ഞാലേ താങ്കൾക്ക് പുണ്യം കിട്ടും. കഷ്ടം. അവളെ നിന്നോട് മാത്രമല്ല ചോദിച്ചത്, എന്നോടും ചോദിച്ചു. ഫാക്ടറി ഒന്നും കൊണ്ടുപോയി കാണിക്കാൻ ഞാൻ എന്തോ കാരണം പറഞ്ഞ അപ്പൊ രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ നിനക്ക് ഈ സ്ഥലത്തിന്റെയും ഫാക്ടറിയുടെയും രഹസ്യം പറഞ്ഞേ പറ്റുള്ളൂങ്കിൽ ആയിക്കോ. ഇത് മാത്രമല്ല, എല്ലാം പറയുന്നതാ കൂടുതൽ സൗകര്യം, പ്രേമ ഉൾപ്പെടെ. ഞാനേ അമ്മയ്ക്ക് ശപഥം ചെയ്ത് വാക്കുകൊടുത്തിരിക്കുക, നിന്നെ കൊണ്ട് ഉടനെ കല്യാണം കഴിപ്പിക്കാന്ന്. അത് കള്ള ശബ്ദം. എന്നെയും ശ്രീലക്ഷ്മിയുടെയും ഒന്നിച്ചു ചേരലിൽ ഏറ്റവും വലിയ ഇടങ്കോലിരുന്നത് നീ സാൻഡ്രയ. ഞാനോ? അതെ, നീ തന്നെ രണ്ടിലൊരാൾ. ഞാനിതാ ഇവിടെയുണ്ട്. സാറൊന്ന് തലതിരിച്ച് റോഡിലേക്ക് നോക്ക്. റോഡിന്റെ അക്കരെ ഇക്കരെ നിന്നാണെങ്കിലും നമ്മൾ തമ്മിലൊന്ന് കണ്ടല്ലോ, സന്തോഷമായി. ഇനി നമുക്ക് ആ വിഷയമൊന്ന് സംസാരിച്ചാലോ? എന്ത് വിഷയം? പറയാം. രാജനന്ദിനി ഫാബ്രിക്സിന്റെ പഴയ വെയർഹൌസ് കാലാവധി കരാർ അവസാനിക്കാറായി. അത് മുതലാളി സാർ എന്റെ പേരിൽ തന്നെ പുതുക്കി തരണം. മറിച്ച് എന്റെ ചേട്ടനെ സ്വാധീനിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കി തീർക്കാമെന്നാണ് സാറിന്റെ മോഹമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അതെനിക്ക് വേണം. ഞാൻ ജയിലിലായിരുന്നപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി ചേട്ടന്റെ കയ്യിൽ സാറ് കൊടുത്ത പണമൊക്കെ വെറും വേസ്റ്റായി. ആ ഡോക്യുമെന്റ്സിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. എന്ത് വാലിഡിറ്റി ഉണ്ടെങ്കിലും അതങ്ങ് തട്ടും പുറത്ത് കൊണ്ടുവച്ചാ മതി. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് നിയമം. അത് സാർ അനുസരിക്കുമോ ഇല്ലയോ, അതാണ് എനിക്കറിയേണ്ടത്. ജസ്റ്റ് സേ യെസ് ഓർ നോ. നോ. ഇത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും മുതലാളി സാറിന്റെ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 20 വർഷത്തിന് മുമ്പുള്ള അതേ ഉച്ചിര്. പ്രേമിക്കാനൊരു പെണ്ണിനെ കൂടെ കിട്ടിയപ്പോ അതല്പം കൂടിയോന്നൊരു സംശയം. അല്ല, അവൾ ആളെങ്ങനെ? കുടുംബത്തിൽ കയറ്റാനൊക്കെ കൊള്ളാവല്ലോ അല്ലേ? അയ്യോ വേണ്ട വേണ്ട, വെറുതെ പല്ല് കടിച്ചു പൊട്ടിക്കണ്ട. ഏതായാലും ഈ പബ്ലിക് റോഡിൽ ഇറങ്ങി നിന്ന് പരസ്പരം പേശാനും തോക്കെടുക്കാനും നമുക്ക് രണ്ടാൾക്കും ബുദ്ധിമുട്ടാ. ഇനി അടുത്ത തവണ അങ്ങനെയാകാം. ആയിക്കോട്ടെ. ഹലോ ഹലോ മാഡം, സോറി ടു ബോദർ യു. മറ്റൊന്നുമല്ല, 3 മാസമായി മാഡത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫീസിൽ കിട്ടിയിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു നേരിട്ട് വിളിച്ച്. ലുക്ക് സാൻഡ്ര, തനിക്ക് അവിടെ ഓഫീസിലെ ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കങ്ങനെയല്ല, 1000 ജോലികളുണ്ട് ഇവിടെ. ഐ വാസ് ബിസി, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ മാഡം, നോ പ്രോബ്ലം. ഡീറ്റെയിൽസ് എപ്പോ കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. നോക്കട്ടെ, വൈകുന്നേരം അയക്കാൻ ശ്രമിക്കാം. ഓക്കെ മാഡം, താങ്ക് യു.
മാഡത്തിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. വാസ്തവത്തിൽ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിന് ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാനിരുന്നതാ. സന്തോഷം. ഏതായാലും ഒരു കാര്യം തന്നെ സമ്മതിച്ചു. അപാര ക്ഷമയാണ് തനിക്ക്. സമ്മതിക്കണം. തനിക്ക് ആവശ്യമുള്ളതൊക്കെ വെയിറ്റ് ചെയ്ത് ചേസ് ചെയ്ത് തന്ത്രപരമായി ഒപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ. തന്റെ ഡെഡിക്കേഷൻ സൂപ്പർ. ഓ മൈ ഗോഡ്. ആക്ച്വലി മാഡം ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മാഡം. ബട്ട് യു നോ മാഡം, മാഡത്തിനെ പോലെ എനിക്ക് ഒട്ടും വാശിയില്ല. അതാണ് എന്റെ ഒരു കുഴപ്പം. രവിവർമ്മൻ സാർ എത്ര ദൂരം കാറിൽ പോയാലും സാറിന്റെ കാർ ചേസ് ചെയ്ത് മാഡം ഇൻഫർമേഷൻ ഒപ്പിച്ചെടുക്കാറില്ലേ? എന്റെ അഭിപ്രായത്തില് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് ആ ലെവലിൽ ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല. അതൊരു വീക്ക്നെസ് ആണ്. വാട്ട് ദ ഹെൽ ഡു യു മീൻ? താൻ എന്താ എന്നെ പരിഹസിക്കുകയാണോ? കുറച്ച്. ആക്ച്വലി മാഡത്തിന് എന്തെങ്കിലും അറിയണമായിരുന്നെങ്കിൽ രവിവർമ്മൻ സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാമായിരുന്നു. അല്ലാതെ സാറിന്റെ കാർ ഫോളോ ചെയ്യുന്നതും സാറിനെ കുറിച്ചൊക്കെ മറ്റാരോടെങ്കിലും അന്വേഷിക്കുന്നതും അത്ര ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. രവിവർമ്മൻ സാറിനെ രേഖ മാഡം രഹസ്യമായിട്ട് ഫോളോ ചെയ്യുന്നു സാർ അറിഞ്ഞ മാഡത്തിനല്ലേ ആ നാണക്കേട്? അതുമല്ല, വർമ്മൻ ഫാമിലിയിലെ മരുമകളുടെ ഈ സ്വഭാവം പുറത്തുള്ളവരറിഞ്ഞ അതിലും വലിയ നാണക്കേട് വേറെ എന്താ ഉണ്ടാവുക? സോറി മാഡം, കുറച്ചു നേരമായി സൈലന്റ് ആയി നിൽക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ പോലൊരു ഔട്ട്സൈഡർ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല. ഓൾറൈറ്റ് മാം, I'll wait for the account details. Thanks and take care. Bye. ഇവിടെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ആ വൃത്തികെട്ട മനുഷ്യൻ പറഞ്ഞു ഇവളോട്. മോശമായി പോയല്ലോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ നിർത്ത്. സ്റ്റോപ്പ്. ഇറങ്ങി. നിങ്ങളെന്താ ഈ രാജ്യത്തൊന്ന് താമസിക്കുന്നവരല്ലേ? അയ്യോ ആണ് സാർ, ഞങ്ങൾ നീരേറ്റ് കോളനിക്കാരാ. നീരേറ്റ് കോളനിക്കാർക്ക് എന്താടാ ഈ രാജ്യത്തിലെ ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമല്ലേ? ഒരു സ്കൂട്ടറിൽ 3 പേരാണോ സഞ്ചരിക്കുന്നത്? അത് ഞാൻ ചോദിച്ചതാ സാർ ഇവരോട്. നമുക്ക് ഒരു സ്കൂട്ടറല്ലേ ഉള്ളൂ, 2 പേർക്ക് വരെ 3 പേര് എങ്ങനെ പോവെന്ന്. അപ്പൊ ഇവര് പറയാ 3 പേരുള്ളപ്പോ 2 പേര് പോവാൻ പറ്റൂല, 3 പേരുള്ളപ്പോ 2 പേർക്കുള്ള സ്കൂട്ടറിലാണെങ്കിലും 3 പേര് തന്നെ പോയേ പറ്റൂന്ന്. അപ്പൊ ഞാൻ കരുതി സ്കൂട്ടർ 2 പേർക്കുള്ളതാണെങ്കിലും ആൾക്കാർ 3 പേരായതുകൊണ്ട് 3 പേരും ഒരുമിച്ച് 2 പേർക്കുള്ള സ്കൂട്ടറിൽ പോവാന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി മതി, നിർത്തി. 3 എണ്ണം കൂടെ പോയി നേരെ സാറിനെ കാണും. പേപ്പറും കൂടെ കയ്യിലെടുത്തോ. പേപ്പറൊന്നും കയ്യിലില്ല. അത് അവിടെ പറഞ്ഞാ മതി. ചെല്ലങ്ങോട്ട്. സാറിന്റെ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യുവർ ഹെൽത്ത് ഈസ് നോർമൽ. യുവർ ഫിറ്റ് സർ. താങ്ക് യു സാർ. താൻ എന്തൊക്കെ ജോലിയാണ് നോക്കുന്നത്? ഇനി മുതൽ ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഒരു മടിയനായി പോകും ഞാൻ. പക്ഷെ സർ, ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്. എനിക്ക് സാറിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാ മറ്റെന്തിനേക്കാളും സന്തോഷം. സാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ നെയ്ബറാ ദീപു, കൃഷ്ണയുടെ കസിൻ. ഓ, മനസ്സിലായി. എവിടുന്ന നമ്പർ കിട്ടിയത്? ശ്രീലക്ഷ്മി തന്നാണോ? എവിടെയാ കുട്ടി ഇപ്പോ? സാർ, ശ്രീലക്ഷ്മി പെട്ടെന്ന് കാണാതായി. അതാ ഞങ്ങൾ സാറിനെ വിളിച്ചത്. എന്ത്? ശ്രീലക്ഷ്മിയെ കാണാനില്ലെന്നോ? എന്താ ഈ പറയുന്നത്? താൻ എവിടെ ഇപ്പോ? അത് സാർ, ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കൃഷ്ണയും ഉണ്ട്. സോറി സർ, ഞാൻ കൃഷ്ണയാണ്. ശ്രീയും ഞങ്ങൾ 2 കൂടി രാജനന്ദിനിയുടെ പഴയ വെയർ ഹൗസ് അന്വേഷിച്ച് ഇറങ്ങിയതാ. വാട്ട്? പഴയ വെയർ ഹൗസോ?
ഓക്കെ മനസ്സിലായി. നിങ്ങളിപ്പോ എക്സാക്ട് എവിടെ ഉണ്ട് അത് പറയൂ. സർ ഞങ്ങൾ ചെമ്പക നഗറിന് അടുത്ത് എത്താറായി സർ. ഓ ഐസേ, അങ്ങനെയാണെങ്കിൽ അവൾ എവിടെ പോയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും തിരികെ പോയിക്കോളൂ. ശ്രീലക്ഷ്മിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സർ ശ്രീ അത് ഡോണ്ട് വറി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പോയിക്കോളൂ. അവളെ ഞാൻ തിരികെ കൊണ്ടുവന്നോളാം, എന്റെ ഉറപ്പാ. ഓക്കെ സർ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ. വഴിതേടി കാലുകൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിനക്ക് ചിലത് തീരുമാനിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ് മകളെ. തളരാതെ മുന്നോട്ട് തന്നെ പോകാൻ നിനക്ക്. നിന്റെ കാലുകൾ നിന്നെ എത്തേണ്ടിടത്ത് തന്നെ എത്തിച്ചിരിക്കും. അമ്മേ മഹാമായേ. നിന്റെ ഓർമ്മകൾ നിനക്ക് വഴികാട്ടിത്തരും. നിന്റെ കണ്ണുകൾക്ക് ആ ലോകം പരിചിതമായിരിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ ഇവിടേക്ക് വന്നേ? എന്നെ കൊല്ലാൻ അവര് നിന്നെ അയച്ചതാണോ? അവിടെ അവിടെ ആ ദുഷ്ടനുണ്ട്. പൊക്കെ ഇവിടുന്ന്. ഇതെന്റെ സ്ഥലാ. നീ പൊക്കോ, നീ പൊക്കോ. ഇത് എന്റെ സ്ഥലോ, എന്റെ മാത്രം സ്ഥലമാണ്. എന്റെ മാത്രം സ്ഥലമാണ്. ഒക്കെ അവിടുന്ന് പോ. ഓടിക്കോ.